മെയ് 13 ഈസ്റ്ററിൻ്റെ 7-ാം വാരത്തിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 16-ാം അധ്യായം 29 മുതൽ 33 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഔപചാരികമായി ഫാത്തിമയുടെ വിശുദ്ധ ജപമാല എന്നാണ് ഈ തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. 1917 മെയ് 13-ാം തീയതി പോർച്ചുഗലിലെ ഫാത്തിമയിലെ കോവ ഡ ഇരിയയിൽ വെച്ച് സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു സ്ത്രീയെ കണ്ടതായി 3 ഇടയ കുട്ടികൾ റിപ്പോർട്ട് ചെയ്തു. അവർ ലൂസിയ ഡോസ് സാൻറ്റോസും അവളുടെ കസിന്മാരായ ഫ്രാൻസിസ്കോയും ജസീന്ത മാർട്ടോയും ആയിരുന്നു. ആ സ്ത്രീ അരികുകളിലുള്ള വെളുത്ത ആവരണം ധരിച്ചിരുന്നു. അവളുടെ കയ്യിൽ ഒരു ജപമാലയും ഉണ്ടായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കാനും എല്ലാ ദിവസവും ലോക സമാധാനം നൽകാനും യുദ്ധം അവസാനിപ്പിക്കാനും ജപമാല ചൊല്ലാനും ആവശ്യപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് മാതാവ് ആ കുട്ടികൾക്ക് 3 രഹസ്യങ്ങൾ നൽകുകയും ലോക സമാധാനത്തിനായി ജപമാല ചൊല്ലാൻ അവരെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുകയും ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിന് തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. ആളുകൾ വിശ്വസിക്കാൻ ആ വർഷം ഒക്ടോബർ 13-ാം തീയതി ദൈവം ഒരു വലിയ അത്ഭുതം കാണിക്കുമെന്ന് മാതാവ് പറഞ്ഞതായും കുട്ടികൾ പറഞ്ഞു. അന്നേ ദിനം ഏകദേശം 70,000-ഓളം പേർ ഫാത്തിമയിൽ തടിച്ചുകൂടി. സൂര്യൻ ഭൂമിയിലേക്ക് പെട്ടെന്ന് പതിക്കുന്ന തരത്തിലുള്ള അത്ഭുതകരമായ സൗരപ്രതിഭാസമായി അത് വിശേഷിപ്പിക്കപ്പെടുന്നു. സൂര്യൻ്റെ അത്ഭുതം എന്ന് വിളിക്കപ്പെടുന്ന ആ അത്ഭുതം മാതാവ് അവസാനമായി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ട് പിന്നാലെ നടന്നതാണ്. 2017 ഈ ദർശനങ്ങളുടെ 100-ാം വാർഷികം ആഘോഷത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് അവർ ചിതറിക്കപ്പെടുകയും തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സമയം വരും എന്നാണ്. അവരത് സമ്മതിച്ചില്ല. അവരുടെ പ്രതിഷേധങ്ങൾക്കിടയിലും ആത്യന്തികമായി താൻ ഒറ്റയ്ക്കാകുമെന്ന് യേശുവിനറിയാമായിരുന്നു. എന്തു സംഭവിക്കുമെന്ന് അവൻ്റെ ശിഷ്യന്മാർക്കൊരു സൂചനയുമില്ലായിരുന്നു. തങ്ങൾ ഒരിക്കലും യേശുവിനെ ഉപേക്ഷിക്കുകയില്ലെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചു, ആണയിട്ടു. എന്നാലും സമയമായപ്പോൾ ആ ഭീഷണി രൂക്ഷമാകുമ്പോൾ അവരിൽ ഭൂരിഭാഗവും ചിതറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനം ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. സമാധാനം എന്ന വാക്ക് ഒരു ചെറിയ പദമാണെങ്കിലും അത് നൽകുന്ന ദാനം അമൂല്യമാണ്. നാം യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോ ഈ പ്രത്യേക കൃപ തീർച്ചയായും നമുക്ക് സമ്മാനിക്കും. ഫാത്തിമയിലെ 3 കുട്ടികളോട് മറിയം പറഞ്ഞത് ഓർക്കുക: ലോകത്തിന് സമാധാനം കൊണ്ടുവരാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുക. നിങ്ങൾക്കെല്ലാവർക്കും ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.